യേശുവിൻ്റെ ഒരു ഇൻവിറ്റേഷനാണ് ദ ഗോസ്പലിൽ നമ്മൾ കാണുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശുവിൻ്റെ ഇൻവിറ്റേഷൻ കേൾക്കുമ്പോൾ ഇങ്ങനൊരു ഇൻവിറ്റേഷൻ ആ കാലഘട്ടത്തിന് പുതിയതാണ്. കാരണം അന്ന് മറ്റൊരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അത് യഹൂദരുടെ ഇടയിലെ ജ്ഞാനികൾ വിജ്ഞാനം അഭ്യസിക്കുന്നതിന് വേണ്ടി ആളുകളെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അതേ കണക്ക് യഹൂദരുടെ ഇടയിലെ റബ്ബിമാർ നിയമം പാലിക്കാനായിട്ട് ആളുകളെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അറിവിൻ്റെ ഒരു ഭാരവും നിയമത്തിൻ്റെ ഭാരവും കൊണ്ട് അന്നത്തെ മനുഷ്യർ വല്ലാണ്ട് വലഞ്ഞിരുന്നു. ഈ നിയമങ്ങൾ മോശ കൊടുത്ത നിയമത്തെ വ്യാഖ്യാനിച്ച് 613 നിയമങ്ങളാക്കി ഇനി അതിനെയും വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ നിയമത്തിൽ മാത്രം ചുറ്റപ്പെട്ട് ജീവിച്ച മനുഷ്യർക്ക് ക്രിസ്തു പുതിയൊരു ഇൻവിറ്റേഷൻ നൽകി. ആ ഇൻവിറ്റേഷൻ ഇതാണ്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വാ. കാരണം ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ഭാരമെന്ന് പറയുന്നത് നിയമത്തിൻ്റെ ഭാരമാണ്. വല്ലാണ്ട് നിയമങ്ങൾ കൊണ്ടും വല്ലാണ്ട് ചിട്ടകൾ കൊണ്ടും മനുഷ്യരങ്ങ് തകർന്നുപോയി. അപ്പോൾ ക്രിസ്തു ഈ ഇൻവിറ്റേഷൻ നൽകുമ്പോൾ അതിൻ്റെ റീസൺ കൂടി യേശു പറയൂ. എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതാണ്. അവൻ്റെ നുകം എന്താണ്? അത് സ്നേഹത്തിൻ്റെ നുകമാണ്. ഈ നിയമങ്ങളൊക്കെ വിട്ടുകളാ, എല്ലാം ഒറ്റ വാക്കിൽ അങ്ങനെ സംഗ്രഹിക്കുകയാണ്. ആദ്യം അത് 2ആയിരുന്നു, പിന്നീട് അത് 1ആക്കി. ദൈവത്തെ സ്നേഹിക്കുക, 2 മനുഷ്യരെ സ്നേഹിക്കുക. അതിനെ അന്ത്യത്താഴത്തിൻ്റെ സമയത്തപ്പോൾ അതിനെ 1ആക്കി മാറ്റി. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവേൻ. ഇങ്ങനെ ചുരുക്കി അവസാനം സ്നേഹത്തിൽ മാത്രം എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ കാര്യങ്ങൾക്ക് ഭാരമില്ല. കാരണം സ്നേഹത്തിനിടയ്ക്ക് നിയമമില്ലല്ലോ. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പതിക്കേണ്ട ഒരു കാര്യമാണ്. സ്നേഹം കൊണ്ട് മനുഷ്യർ ചെയ്യുന്ന എന്തും അത്ഭുതമായി മാറും. തൊട്ടാൽ പൊന്നാക്കുന്ന മനുഷ്യരെന്ന് കേട്ടിട്ടില്ലേ? എങ്ങനെയാണ് ചില മനുഷ്യരൊക്കെ തൊടുന്നതൊക്കെ പൊന്നാകുന്നത്? അതിന് കാരണം എത്രയേ ഉള്ളൂ, അവർ തൊട്ടതൊക്കെ സ്നേഹം കൊണ്ടാണ്. നിയമങ്ങൾ കൊണ്ട് എന്തിനെ തൊട്ടാലും സ്വർണ്ണമല്ല, ഒരു ഇരുമ്പ് പോലും ആകില്ല. പക്ഷേ ഒരു ഇരുമ്പിനെപ്പോലും നിങ്ങൾ സ്നേഹം കൊണ്ട് തൊട്ടു നോക്ക്, അത് തീർച്ചയായിട്ടും സ്വർണ്ണമായി മാറും. അതാണ് ചില മനുഷ്യരുടെ പ്രത്യേകത. ഉള്ളിലെ സ്നേഹം കൊണ്ട് എന്തിനെ തൊട്ടാലും അത് ഏറ്റവും ശ്രേഷ്ഠമുള്ള ഒന്നായി മാറും. അതാണല്ലോ ക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്തത്. വെള്ളം പച്ചവെള്ളമാണ്, പക്ഷേ സ്നേഹം കൊണ്ട് അവൻ നോക്കിയപ്പോൾ അത് വീര്യമുള്ള വീഞ്ഞായി മാറി. ഒരുവന് കണ്ണുണ്ട്, പക്ഷേ ക്രിസ്തു തൊട്ടപ്പോൾ അവന് കാഴ്ച ലഭിക്കുന്നു. ഒന്നിൽ നിന്ന് ഏറ്റവും മനോഹരമായ ഒന്ന് പുറപ്പെടുന്നു. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഇത്രയും ഭാരമൊന്നും വഹിക്കേണ്ട, നിങ്ങൾ എൻ്റെ മുഖം കണ്ടുപിടിക്കുവേൻ, ഇത് മതി നിങ്ങൾക്ക്. പ്രിയമുള്ളവരെ, ക്രിസ്തു ഈ ഭൂമിയിലെ ഓരോ മനുഷ്യരെയും ഇൻവൈറ്റ് ചെയ്തപ്പോൾ ആ ഇൻവിറ്റേഷൻ്റെ പ്രത്യേകത ഇത് മാത്രമായിരുന്നു: സ്നേഹം മാത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ങും കരങ്ങളുണ്ട് നിന്റെ
शाश्वत